പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കാണുന്നത് പുതുതായിട്ട് നമ്മൾ തുടങ്ങുന്ന എക്സോട്ടിക് ഡക്ക് ഫാമാണ്. കുറച്ച് നാളായിട്ട് നമ്മൾ പണികളൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. ഫുള്ള് കാട് കയറി കിടക്കുകയാണ്. കാരണം ഇതിന് മെയിനായിട്ട് വേണ്ടത് വെള്ളമാണ്. ഈ ഒരു ഫ്ലോട്ടിൽ നിലവിൽ കിണറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു കിണറിനായിട്ട് പഞ്ചായത്തിലും അന്വേഷിച്ച് നോക്കി. അപ്പോൾ നിലവിൽ അവരുടെ കയ്യിൽ ഒരു സ്കീമും ഇല്ല എന്നാണ് അറിഞ്ഞത്. പിന്നെ ഞാൻ തീരുമാനിച്ചത് ഒരു വാട്ടർ കണക്ഷൻ എടുക്കാമെന്നാണ്. അപ്പോൾ ആ രീതിയിൽ അന്വേഷിച്ചപ്പോൾ നിലവിൽ ഫാമിങ്ങിന് വേണ്ടി വാട്ടർ കണക്ഷൻ കൊടുക്കുന്നതല്ല, കുടിവെള്ളം ഒരു തുള്ളി പോലും ഫാമിങ്ങിന് വേണ്ടി കൊടുക്കുന്നതല്ല, അങ്ങനെ ഒരു സ്കീമുമില്ല. എന്നാൽ വീട് പണിക്കും മറ്റ് ആവശ്യങ്ങൾക്കും എത്ര വേണോ ഈ കുടിവെള്ളം കൊടുക്കുന്നതാണ് എന്നാണ് ഇന്നത്തെ ഗവൺമെൻറ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ സ്വന്തമായിട്ട് ഒരു കിണർ കുഴിക്കാമെന്ന് തീരുമാനിച്ചു. ബോർവെൽ ടൈപ്പ് കിണറാണ് ഇവിടെ കുഴിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന മെഷീൻ വെച്ചാണ് നമ്മൾ മണ്ണ് കുഴിക്കാൻ പോകുന്നത്. ഇതെങ്ങനെയാണ് ചെയ്തതെന്നറിയാൻ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്, അത് കയറി കാണുക. ഈ കാണുന്ന മോട്ടർ നമ്മളൊരു കമ്പി വഴി കയറ് വഴി കപ്പി ഉപയോഗിച്ച് കെട്ടി പൊക്കിയിരിക്കുകയാണ്. അതിൻ്റെ അറ്റത്ത് 1 ഇഞ്ച് പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ പൈപ്പിനുള്ളിൽ 3/4 ഇഞ്ചിൻ്റെ നമ്മൾ ഈ കണക്ട് ചെയ്ത ബിറ്റ് കണക്ട് ചെയ്ത് നേരെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കണക്ട് ചെയ്തിരിക്കുന്ന മോട്ടർ കറങ്ങുമ്പോൾ അതേ സ്പീഡിൽ ഈ ബിറ്റും കറങ്ങി ഇറങ്ങുന്നതാണ്. എന്നാൽ ഇപ്പോഴും നടക്കുന്നത് ഇത് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് ഈ ഒരു ബിറ്റ് കറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണ് കയറുന്നില്ല. നമുക്ക് പിന്നെ ക്ലോക്ക് വൈസിൽ കറങ്ങിയാലേ നമുക്ക് ഈ ബിറ്റിലോട്ട് മണ്ണ് കയറത്തുള്ളൂ. അപ്പോൾ നമ്മളിതിനെ ക്ലോക്ക് വൈസിലോട്ട് കറക്കാൻ വേണ്ടി ഇതിൻ്റെ വൈൻഡിങ്, റണ്ണിങ് വൈൻഡും സ്റ്റാർട്ടിങ് വൈൻഡിങ് അത് നമ്മൾ കടയിൽ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ അവർ നേരെ തിരിച്ച് കറക്കിത്തരും. ആ രീതിയിൽ കറക്കുമ്പോൾ കൃത്യമായിട്ട് മണ്ണ് കയറുന്നതാണ്. നമ്മൾ ഈ മോട്ടർ ഓൺ ചെയ്ത് ഏകദേശം 1-2 സെക്കൻഡ് മതി ഇതിനകത്ത് മണ്ണ് നിറയാൻ വേണ്ടി. അതിനുള്ള സ്പീഡ്, നല്ല സ്പീഡിലാണ് ഈ കറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മണ്ണ് നിറയുന്നതാണ്. ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും എപ്പോഴും ഒരാൾ അവിടെ നിൽക്കേണ്ടതായിട്ടുണ്ട്. മണ്ണ് കുഴിക്കുന്ന ഈ ഒരു ബിറ്റ് ഇട്ടിരിക്കുന്നത് 3/4 ഇഞ്ച് പൈപ്പിനുള്ളിലാണ്. അതായത് 1 ഇഞ്ച് പൈപ്പിലാണ് നമ്മൾ ബിറ്റ് ചെയ്തിരിക്കുന്നത്. അത് 3/4 ഇഞ്ച് പൈപ്പിൽ ഫ്രീ ആയിട്ട് മുകളിലോട്ടും താഴോട്ടും ഇറങ്ങുന്ന രീതിയിൽ. അതായത് മണ്ണ് നിറയുമ്പോൾ നമുക്ക് പൊക്കിയെടുത്ത് മണ്ണ് കളയാൻ സാധിക്കും. ഈ കാണുന്ന രീതിയിൽ മണ്ണ് നിറഞ്ഞതിന് ശേഷം, ഫുള്ള് മണ്ണ് കളഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ബിറ്റ് താഴോട്ടിട്ട് മോട്ടർ ഓൺ ചെയ്യുന്നതാണ്. ഞാനിത് ചെയ്തത് ദിവസവും 1-2 മണിക്കൂർ സ്പെൻഡ് ചെയ്താണ് ഈ ഒരു വർക്ക് ചെയ്തത്. നമ്മുടേതായ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന സമയങ്ങളിലാണ് വന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയങ്ങൾ, ചിലപ്പോൾ ഒരു ദിവസം 1-2 അടിയായിരിക്കും താഴുന്നത്. ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ അങ്ങനെ വിചാരിച്ചു, 1-2 അടി താഴ്ന്നാൽ മതി, നമുക്ക് പതുക്കെ ചെയ്താൽ മതിയെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ നമുക്ക് ക്ഷമ ഒട്ടും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ഐഡിയ നമ്മൾ മാറ്റി വേറൊരു രീതിയിൽ ചെയ്യാൻ പോവുകയാണ്. അതെങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ഇതിൽ ചെയ്ത മാറ്റം എന്ന് പറയുന്നത്, നമ്മൾ ഡയറക്റ്റ് 1 ഇഞ്ചിൻ്റെ പൈപ്പ് മോട്ടറിൽ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചു. 8 വോൾട്ടിൽ ഇരിക്കത്തില്ല. അതിനുശേഷം നമ്മൾ ഈ ബിറ്റും ആ ഒരു 3/4 ഇഞ്ച് പൈപ്പിൽ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചു. ഇനി നമുക്ക് പൊക്കാനോ താക്കാനോ സാധിക്കില്ല. മണ്ണ് നിറഞ്ഞതിന് ശേഷം പൈപ്പ് മൊത്തമായിട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മണ്ണ് പോകത്തുള്ളൂ. എന്നാൽ അതിൽ നല്ല വിജയമാണ് കണ്ടത്. നല്ല രീതിയിലുള്ള മണ്ണ് കയറുന്നുണ്ട്. എന്നാലും നമുക്ക് കമ്പി ഈ രീതിയിൽ പൊക്കിയെടുക്കണം എന്നുള്ള പ്രയാസം മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും നല്ല രീതിയിൽ പെട്ടെന്ന് താഴുന്നുണ്ട് ഈ ഒരു രീതി നോക്കുമ്പോൾ. കയറി വന്ന മണ്ണ് നമ്മൾ ബിറ്റിൽ നിന്ന് നന്നായിട്ട് കളഞ്ഞതിന് ശേഷം വീണ്ടും തിരിച്ച് കുഴിയിലോട്ട് ഈ ബിറ്റ് ഇടുന്നു. ഇട്ടതിന് ശേഷം നമ്മൾ മോട്ടർ ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. മോട്ടറും ഈ ഒരു ബിറ്റുമായിട്ട് നമ്മൾ ഞെട്ടും ബോൾട്ടും ഇട്ട് യോജിപ്പിക്കുന്നില്ല. കാരണം മേളിൽ നിന്ന് നമ്മൾ ലോഡ് താഴോട്ട് കൊടുക്കുകയാണ്. അതായത് മോട്ടറിന് നല്ല വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കറങ്ങുമ്പോൾ ഇതിൽ നിന്ന് ഊരിപ്പോകത്തില്ല, നമുക്ക് ഇളക്കാനും എളുപ്പമാണ്. ഈ കാണുന്ന രീതിയിൽ നമ്മൾ ജസ്റ്റ് മോട്ടർ ഒന്ന് ഇറക്കി വെച്ചതിന് ശേഷം മോട്ടർ ഓൺ ചെയ്യുന്നു. മോട്ടറിൻ്റെ വെയിറ്റ് കൊണ്ട് താനെ ബിറ്റ് താഴുകയും അതിൽ മണ്ണ് ഡയറക്റ്റായിട്ട് കയറുകയും ചെയ്യും. മോട്ടർ കറങ്ങുന്ന സമയത്ത് മോട്ടർ തിരിയാതിരിക്കാനാണ് സൈഡിൽ നമ്മൾ കുത്തനെ ഉള്ള ഒരു പൈപ്പ് സപ്പോർട്ടിന് കൊടുത്തിരിക്കുന്നത്. കുറച്ച് താഴ്ന്ന് മണ്ണ് നിറഞ്ഞതിന് ശേഷം നമ്മൾ മോട്ടർ ഓഫ് ചെയ്യുന്നു. മോട്ടർ കപ്പി വഴി വലിച്ച് പൊക്കുന്നു. അതിനുശേഷം ഇത് ബിറ്റ് റിമൂവ് ചെയ്യുന്നു, മണ്ണ് കളയുന്നു. ഈ ഒരു പ്രൊസീജിയറിലാണ് നമ്മൾ കുഴിച്ച് പോകുന്നത്. ഒരു സ്റ്റെപ്പ് നമ്മൾ കുഴിക്കുമ്പോൾ ഇതിൽ 1 അടി അല്ലെങ്കിൽ 1.5 അടി മണ്ണൊന്നും ഇതിൽ വരത്തില്ല. കുറച്ച് മണ്ണേ വരത്തുള്ളൂ. ഒരു 1/2 അടി, മാക്സിമം 1/2 അടിയൊക്കെ മണ്ണായിരിക്കും വരുന്നത്. കാരണം നമ്മൾ 5 ഇഞ്ച് വീതിക്കുള്ള ബിറ്റാണ് നമ്മൾ ഇറക്കുന്നത്. എന്നാൽ ഈ സ്ക്വയർ പൈപ്പ് ആയതുകൊണ്ട് ഇതിൽ വൈബ്രേഷൻ വരുന്നുണ്ട്. സൈഡിൽ അടിച്ചടിച്ച് ഒരുപാട് മണ്ണ് ഇതിലായിട്ട് ഇറങ്ങുന്നുണ്ട്. 5 ഇഞ്ച് വീതിക്കുള്ള ബിറ്റ് നമ്മൾ ഇറക്കുമ്പോൾ നമുക്കിവിടെ കിട്ടുന്ന കുഴിയുടെ വീതി എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്.
ഏകദേശം 2 ഇഞ്ച് കൂടുതലാണ് കിട്ടുന്നത്. അത് നല്ലത് തന്നെയാണ്. എന്നാലും നമുക്ക് ഈ താഴ്ച കൂടത്തില്ല. ഈ സൈഡിലുള്ള മണ്ണ് കൂടെ ഇടിഞ്ഞ് വീഴുന്നത് കൊണ്ട് താഴ്ച കൂടത്തില്ല, ഒരു പതുക്കെ പോകത്തുള്ളൂ. എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ഇതിൽ എന്തെങ്കിലും നടക്കുമോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ട് അനിയന്മാരും ചേട്ടന്മാരൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്യാണ് എന്താണ് അവൻ ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി. ഏകദേശം 10 അടി ഹൈറ്റുള്ള കമ്പിയാണ് നമ്മളിപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഏകദേശം കഴിയാറായി. നമ്മളിനി ഈ ഒരു 10 അടി ഹൈറ്റുള്ള കമ്പി മാറ്റിയതിന് ശേഷം ഒരു 17 അടി നീളമുള്ള ഒരു കമ്പിയാണ് നമ്മളടുത്ത് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. ആ കമ്പി ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഒരു 7 അടി വീതം ഇങ്ങനെ കൂട്ടി കൊടുക്കും. അതായത് ഈ മോട്ടർ പൊങ്ങുന്നതിൻ്റെ ഹൈറ്റ് മാക്സിമം നമുക്ക് 7 അടി കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 7 അടി വീതം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 7 അടിയുടെ പീസ് ഇറക്കിയതിന് ശേഷം നമ്മൾ അടുത്ത 7 അടി ഇതിൽ ജോയിൻ ചെയ്യുന്നതല്ല, നമുക്ക് 20 അടിയുടെ ഒറ്റ പീസ് നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ആ പീസ് വാങ്ങിയതിന് ശേഷം അതിൽ 7 അടിക്ക് ഒരെണ്ണം കട്ട് ചെയ്യും, 14 അടിക്ക് ഒരെണ്ണം കട്ട് ചെയ്യും, അങ്ങനെ. അപ്പോൾ ആദ്യത്തെ 7 അടി ഇറങ്ങിയതിന് ശേഷം നമ്മൾ ആ 7 അടിയുടെ പീസ് മാറ്റിയിട്ട് അടുത്ത 14 അടിയുടെ ഒറ്റ പീസാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ജോയിൻ്റ് അതിൽ വരത്തില്ല, അടുത്ത പീസ് നമുക്ക് നീളത്തിന് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ ഏകദേശം 20 അടി നീളത്തിന് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു ബിറ്റ് നോക്കുകയാണെങ്കിൽ എല്ലാ ഷേപ്പിൽ വന്നിട്ടുണ്ട്. ആദ്യം നല്ല തെറിച്ചൊക്കെയാണ് നിന്നത്, നമ്മൾ കട്ട് ചെയ്ത പാടൊക്കെ ഉണ്ടായിരുന്നു. 20 അടി നീളത്തിലുള്ള ഒറ്റ പൈപ്പാണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത്. മണ്ണ് നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്, നല്ല ചുവന്ന മണ്ണാണ്. നമ്മൾ സ്ഥാനം നോക്കിയാണ് ഈ കിണർ കുഴിച്ചത്. അപ്പോൾ സ്ഥാനം നോക്കാൻ വന്ന ആൾ പറഞ്ഞായിരുന്നു അടിയിലോട്ട് നല്ല വെള്ള മണ്ണായിരിക്കും എന്ന് പറഞ്ഞായിരുന്നു, വയൽ മണ്ണ്. അതുപോലെ തന്നെ വെള്ള മണ്ണിൻ്റെ ആ ഒരു കണികകൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. മോട്ടർ നല്ല രീതിയിൽ ഓടുന്നുണ്ട്. കുഴി 20 അടി നീളത്തിലുള്ള കുഴിയായിട്ടുണ്ട്. എൻഡൊന്നും കാണാൻ സാധിക്കുന്നില്ല, നല്ല ഷേപ്പിൽ കുഴി വന്നിട്ടുണ്ട്. അടുത്ത പീസ് നമ്മൾ ഇറക്കിയാണ്. ഇതൊരു 20 അടിയുടെ ഫുൾ പീസ് നമ്മൾ ഇറക്കി. അതിൻ്റെ എൻഡിൽ നമ്മൾ 1 ഇഞ്ചിൻ്റെ ഒരു പൈപ്പ് വെൽഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇറക്കുന്നത് 3/4 ഇഞ്ച് പൈപ്പാണ്. അതിൽ നമ്മൾ 1 ഇഞ്ചിൻ്റെ ഒരു പീസ് വെൽഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു സ്ക്രൂ, ഒരു ഹോള് കാണാം. ഇപ്പോൾ ഇതുപോലൊരു ഹോളിൽ നമ്മൾ അടുത്ത പൈപ്പ് ജോയിൻ ചെയ്യും. ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ ഇതുപോലെ കയറ് കെട്ടി സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൈപ്പ് ഒരിടത്തും പോകാൻ നിൽക്കും. അപ്പോൾ ഇതിനുള്ളിൽ ഈ കാണുന്ന രീതിയിൽ ഈ ഒരു പൈപ്പിനെ ഇറക്കി വയ്ക്കുക. ഇപ്പോൾ രണ്ടിൽ നമ്മൾ ഒരുപോലെ ഹോൾ ഇട്ടിട്ടുണ്ട്. ആ ഹോളിൽ നമ്മൾ ഞെട്ടും ബോൾട്ട് വിട്ട് ടൈറ്റ് ചെയ്യും. ഇപ്പം നമ്മൾ ആഡ് ചെയ്തത് 7 അടിയുടെ പൈപ്പാണ്. ഇപ്പോൾ 20 അടിയുടെ പൈപ്പ് താഴോട്ട് കിടക്കുകയാണ്. നമ്മൾ പ്ലസ് മേളിലോട്ട് 7 അടി, മൊത്തം 27 അടിയുടെ പൈപ്പാണ് ഇപ്പം ഇട്ടിരിക്കുന്നത്. നമ്മുടെ പണികളൊക്കെ നടക്കുന്നത് ഏകദേശം നൈറ്റ് സമയമൊക്കെയാണ്. ഉള്ള സമയം കിട്ടുമ്പോൾ നമ്മൾ വന്ന് ചെയ്യും. ലൈറ്റ് ഇട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ഇപ്പം നല്ല ചരൽ മണ്ണാണ് വരുന്നത്, കല്ലിൻ്റെ ഒരു മണ്ണ് വരുന്നുണ്ട്, കാണാം. നല്ല രീതിയിൽ കല്ല് വരുന്നുണ്ട്. പക്ഷേ ഈ അവസരങ്ങളിൽ ഈ ബിറ്റ് ഇറങ്ങാതെ സ്റ്റക്കായി നിൽക്കും. നമ്മൾ ഈ ചെയ്ത ബിറ്റ് ഒരിക്കലും കല്ലുള്ള സ്ഥലങ്ങൾ, അതായത് ചരലുള്ള സ്ഥലങ്ങളിൽ ഈ ബിറ്റ് ഇറങ്ങത്തില്ല. നല്ല മണ്ണ് മാത്രമായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇറങ്ങത്തുള്ളൂ. വേര് വന്നാൽ പ്രശ്നമാണ്. ചെറിയ വേരൊക്കെ കട്ട് ചെയ്ത് പോവും. എന്നാൽ ഈ ചരൽ മണ്ണൊക്കെ പ്രശ്നമാണ്. അപ്പോൾ ആ സമയങ്ങളിൽ നമ്മൾ ഈ ഒരു ബിറ്റിനെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കും. ഇത് വളരെ സിമ്പിളാണ്. സ്ക്വയർ പൈപ്പിൽ നമ്മൾ ഒരു 16 ഇഞ്ചിൻ്റെ ഒരു ഡ്രില്ലിംഗ് മെഷീൻ്റെ ബിറ്റ് അന്ന് വെൽഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഈ ചെവര് കട്ട് ചെയ്യുന്ന ബ്ലൈഡാണിത്, 5 ഇഞ്ച് ബ്ലൈഡ്, ചെവര് കട്ട് ചെയ്യുന്ന ബ്ലൈഡ്. നമ്മൾ ഈ ഒരു ആദ്യം നമ്മൾ ആ മറ്റേ ബ്ലൈഡ് എങ്ങനെയാണ് ചെയ്തത് ആ രീതിയിൽ ഒറ്റ പീസ് നമ്മൾ ഇത് ഈ കാണുന്ന രീതിയിൽ വെൽഡ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം നമ്മൾ കുഴിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഒരു മോട്ടറിന് 2 അടി അടിക്കുമ്പോൾ ഈ ചരൽ മണ്ണ് ജസ്റ്റ് ഒന്ന് ഫ്രീ ആയി പോകും, കല്ലൊക്കെ ഫ്രീ ആയി പോകും. അതിന് ശേഷം നമ്മൾ ഈ പഴയ ഈ ബിറ്റിട്ട് തന്നെ ഇറക്കിയതിന് ശേഷം മണ്ണ് വീണ്ടും തിരിച്ച് കോരിയെടുക്കും. ഇപ്പോഴും നല്ല വെള്ള മണ്ണ് കാണുന്നുണ്ട്. വെള്ള മണ്ണ് നല്ല രീതിയിൽ കയറി വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 30 അടി താഴ്ച ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം 20 അടിയുടെ ഒരു പൈപ്പ് ഇട്ടു, അതിനുശേഷം 7 അടി ആഡ് ചെയ്തു. ആ 7 അടി മാറ്റിയതിന് ശേഷം 14 അടി നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ മൊത്തം 34 അടിയുടെ പൈപ്പാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ വെള്ള മണ്ണ് കാണാൻ തുടങ്ങി. കിണറിന് സ്ഥാനം നോക്കിയപ്പോഴേ പറഞ്ഞായിരുന്നു വെള്ള മണ്ണായിരിക്കും, വയൽ മണ്ണായിരിക്കും. 40 അടിയിൽ വെള്ളം കാണുമെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം.
ഫുള്ള് വെള്ള മണ്ണും മണ്ണിൽ ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം എന്ന് പറയാനില്ല, ചെറിയൊരു ഈർപ്പം ഉണ്ട്. പുട്ട് പരുവത്തിനാണ് മണ്ണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 34-35 അടി കഴിഞ്ഞു. പുട്ട് പരുവത്തിനാണ് ഇപ്പോൾ മണ്ണ് വരുന്നത്. ചെറിയൊരു ഈർപ്പമുണ്ട്. അപ്പോൾ എന്തായാലും 40 അടിക്ക് മുമ്പ് വെള്ളം കാണുമെന്നാണ് പ്രതീക്ഷ. തലേന്ന് നമ്മൾ കുഴിച്ചിട്ട മണ്ണാണ് ഈ കാണുന്നത്. നല്ല വെള്ള നിറത്തിലുള്ള മണ്ണ്, ഫുള്ള് വെള്ള മണ്ണ് മാത്രമായിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അംശമുണ്ട്. നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം. എന്തായാലും ഇന്ന് നമ്മൾ കുഴിക്കുമ്പോൾ വെള്ളം എന്തായാലും കാണും. നമുക്ക് നോക്കാം എന്തായാലും. ഇനി ഇതിൽ പൈപ്പ് ഇറക്കി വീണ്ടും കുഴിക്കാം. അടിപൊളി. പൈപ്പ് ചെന്ന് ഇറങ്ങിയത് വെള്ളത്തിലാണ്. തലേന്ന് നമ്മൾ ചെയ്തിട്ട് പോയപ്പോൾ വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പം വെള്ളം കുറച്ച് നിറഞ്ഞിരിക്കുകയാണ്. വെള്ളത്തിലാണ് ഈ ബിറ്റ് ചെന്ന് ഇറങ്ങിയത്. സൗണ്ട് കേൾക്കാമെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഈ ബിറ്റ് ഇട്ടൊന്ന് അടിച്ചു നോക്കാം മോട്ടർ. എന്തായാലും വെള്ളത്തിൽ ചെളി എന്തായാലും കയറത്തില്ല. എന്തായാലും നോക്കാം. നല്ല രീതിയിൽ വെള്ളത്തിൽ കിടന്ന് ലാഞ്ചുന്നുണ്ട്. ആ ഒരു സൗണ്ട് മുകളിൽ കേൾക്കാം. നോക്കുമ്പോൾ ചെളിയാണ്, വെള്ളത്തിലുള്ള നല്ല ചെളിയാണ് വരുന്നത്. ഏകദേശം 3-4 അടി വെള്ളമാണുള്ളത്. ഇപ്പോൾ 4 അടിയോളം വെള്ളത്തിൽ താഴ്ന്നിട്ടുണ്ട് ബിറ്റ്. അപ്പോൾ 37 അടിയിൽ നമ്മൾ ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ 37 അടിയിൽ വെള്ളം കണ്ടു. 40 അടിയിൽ കാണുമെന്നാണ് നമ്മളോട് പറഞ്ഞത്. എന്തായാലും കൊള്ളാം, നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. കട്ട ചെളിയാണ്, നല്ല രീതിയിൽ ചെളി കയറുന്നുണ്ട്. പക്ഷെ നമുക്ക് മുകളിലോട്ട് എടുക്കുമ്പോൾ ഇതുപോലെ ഊർന്നു പോകും. അതുകൊണ്ട് വെള്ളത്തിൽ നമുക്ക് അധികം ഇത് ബിറ്റിട്ട് അടിക്കാൻ സാധിക്കത്തില്ല. വെള്ളം കോരി കളഞ്ഞാൽ മാത്രമേ നമുക്കിനി അടിക്കാൻ സാധിക്കത്തുള്ളൂ. വെള്ളം നമ്മൾ കുറച്ച് കോരിയെടുത്തായിരുന്നു. നമുക്ക് കുറച്ച് കോരിയെടുത്തതിന് ശേഷം ഇട്ടപ്പോഴാണ് ഇത്രയും ചെളി കയറി വന്നത്. ഫുള്ള് നിറഞ്ഞാണ് വന്നത് ചെളി. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. കുറച്ച് നമ്മൾ വെള്ളം കപ്പിട്ട് കോരി കളഞ്ഞായിരുന്നു. ചെളിയാണ് കയറി വരുന്നതെല്ലാം ചെളിയാണ്. ചെളി കളഞ്ഞതിന് ശേഷം നമ്മൾ കഴുകിയാണ് വീണ്ടും അടുത്ത് ഇറക്കുന്നത്. കൂടെ ഉള്ളത് വൈഫാണ്. കട്ട സപ്പോർട്ടാണ്, എപ്പോഴും കൂടെ ഉണ്ടാവും. എല്ലാത്തിനും കട്ട സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് നല്ലൊരു റിസൾട്ട് കിട്ടിയത്. ഇതിപ്പോൾ നമുക്ക് ചെളിയൊന്ന് കോരി എടുക്കാം. നല്ല കട്ട ചെളിയാണ് വരുന്നത്, പാല് പോലെ ഇരിക്കുന്നു. എന്നിട്ട് നമ്മൾ ബിറ്റിട്ട് നല്ല അടിച്ച് മോട്ടറിട്ട് അടിച്ചതിന് ശേഷം നല്ല ചെളിയാക്കി അങ്ങനെ കോരുന്നതാണ്. ഏകദേശം നമ്മൾ 38 അടി വരെ താഴ്ത്തി. അതിനുശേഷം അവസാനമായിട്ട് കോരിയ ചെളിയാണ് ഈ കാണുന്നത്. ഇതൊക്കെ നമ്മൾ കോരിക്കളഞ്ഞ ചെളിയാണ്. തലേദിവസം നമ്മൾ കോരിക്കളഞ്ഞ ചെളിയാണ് ഈ കാണുന്നത്. 48 അടിയാണ് നമ്മൾ നിലവിൽ ഇപ്പം കുഴിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ വെള്ളം ഒന്ന് കോരി നോക്കുകയാണ്. വെള്ളം നല്ല രീതിയിൽ നിറഞ്ഞു വരുന്നുണ്ട്. നല്ല കലങ്ങ വെള്ളമാണ്. നമ്മൾ താഴെ ഇട്ട് ഇടിച്ച് കോരുന്നത് കൊണ്ട് തന്നെ തെളിഞ്ഞു നിന്നാലും കലങ്ങിയേ വരത്തുള്ളൂ. വീണ്ടും നമ്മൾ പകലൊന്ന് കോരി നോക്കുകയാണ്.
ഏകദേശം എത്ര അടി വെള്ളം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഏകദേശം 11 അടി വരെ വെള്ളം ഉണ്ട്. നമ്മൾ കയറ് നോക്കുമ്പോൾ അറിയാം നമുക്ക് എത്രത്തോളം നനവുണ്ടെന്ന്. കുറച്ച് തെളിഞ്ഞ് വരുന്നുണ്ട്, എന്നാലും നമ്മൾ ഇട്ട് മുക്കുന്നതുകൊണ്ട് കലങ്ങിയേ വരത്തുള്ളൂ. നിലവിൽ നമ്മൾ താഴ്ത്തിയിരിക്കുന്നത് 48 അടിയാണ്. അതിൽ ഏകദേശം 11 അടിയോളം വെള്ളമുണ്ട്. ഇപ്പോൾ 37 അടി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് വെള്ളം കണ്ടത്. പലരുടെയും സംശയമാണ് നമുക്ക് ഇത്രയും ഈ ഒരു കിണറ്റിനുള്ളിൽ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് വെള്ളം കിട്ടുമോ എന്നുള്ളത്. നമുക്ക് കൃത്യമായിട്ട് കണ്ടിന്യൂ ആയിട്ട് നമുക്ക് വെള്ളം കിട്ടും. 60 അടി വരെ താഴ്ത്തിയാൽ എന്തായാലും കിട്ടും. അതായത് ആലപ്പുഴ ഭാഗത്തൊക്കെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ബോർവെൽ ചെയ്യുന്ന ടീമുകളുണ്ട്. അവർ കൈകൊണ്ടാണ് ചെയ്തത്. ഞാനിവിടെ മോട്ടർ കൊണ്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് നമുക്ക് കിണറ്റിൽ കിട്ടുന്ന വെള്ളം ഇപ്പോഴും കിട്ടുന്നുണ്ട്. ഇപ്പോൾ തെളിഞ്ഞ വെള്ളം കിട്ടുമോ എന്ന് പലർക്കും സംശയം കാണും. എന്നാൽ നമ്മളിതിൽ PVC പൈപ്പ് ഇറക്കി ചിപ്സൊക്കെ ഇറക്കി കൊടുത്ത് ഫിൽറ്റർ ചെയ്താണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. ഇതൊന്ന് കുറച്ച് നേരം നമ്മൾ വെറുതെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല തെളിഞ്ഞ വെള്ളം കിട്ടും. ഈ കാണുന്നത് കണ്ണീര് പോലെ ഇരിക്കുന്ന വെള്ളമാണ്. നമ്മൾ ആ കോരിയ വെള്ളം തന്നെ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ എടുത്ത് നോക്കിയപ്പോൾ നല്ല തെളിഞ്ഞിരിപ്പുണ്ട്. ഇനി നമുക്ക് ഈ കുഴിക്കുള്ളിൽ ക്യാമറ ഒന്ന് ഇറക്കി നോക്കാം. എന്തായാലും വെള്ളം കിടക്കുന്നത് കാണണമല്ലോ. ഏകദേശം നമ്മൾ 4 മാസം ഇതിനു വേണ്ടി വർക്കൗട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഏകദേശം 25 ദിവസം എടുത്താണ് ഈ ഒരു കിണർ കുഴിച്ചത്. ദിവസം നമ്മൾ 1-2 മണിക്കൂറാണ് സ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് 25 ദിവസം ആയത്. ഇതിൻ്റെ കണ്ടിന്യൂറ്റി വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളണേ. ഇനിയും താഴോട്ട് 11 അടിയോളം കിടപ്പുണ്ട്. അപ്പോൾ 11 അടി വെള്ളം കെട്ടി നിൽക്കുകയാണ്. താഴോട്ട് നമ്മൾ ഇറക്കാത്തത് ക്യാമറ വാട്ടർ പ്രൂഫ് അല്ലാത്തതുകൊണ്ടാണ്. നിലവിൽ നമ്മൾ 48 അടിയാണ് താഴ്ത്തിയിരിക്കുന്നത്. ഇനിയും കുഴിക്കാൻ പറ്റുന്നത്ര നമ്മൾ കുഴിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൈപ്പ് ഇറക്കും. അതെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിലാണ് ഉൾപ്പെടുത്തുന്നത്. നമ്മൾ ഏകദേശം 60 അടി വരെ താക്കും എന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനുള്ളിൽ വയ്ക്കുന്ന പമ്പ്, നമുക്ക് ബോർവെല്ലിടുന്ന പമ്പ് നമുക്ക് ഇതിനകത്തിട്ട് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. കരയിൽ വയ്ക്കുന്ന പമ്പ് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. അത് ജെറ്റ് പമ്പ് ഇപ്പം ഇറങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇതിൽ നിന്ന് വെള്ളം എങ്ങനെ ഒരു മോട്ടറിൻ്റെയും സഹായമില്ലാതെ പുറത്തെടുക്കാം എന്നുള്ളത് നോക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞോടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫാമിൻ്റെ തുടർന്നുള്ള പണികളാണ്. എന്തായാലും വെള്ളം നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഫാമിൻ്റെ പണികളായിരിക്കും. അത് കഴിഞ്ഞാണ് നമ്മൾ തിരിച്ച് വീണ്ടും ഈ ഒരു കിണറിൻ്റെ പണിയിലോട്ട് വരുന്നത്. എന്തായാലും നമ്മൾ വെള്ളം കണ്ടു. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോകൾ കാണുന്നതിനായി കീപ് വാച്ചിങ് ബാത്ത് വേ. പുതിയ നല്ലൊരു വീഡിയോയുമായി കാണും വരെ തിങ്ക് ബാത്ത് വേ സൈനിങ് ഔട്ട്.